മാർച്ച് മാസം മുതൽ ഇത്തവണ ലഭിച്ച വേനൽ മഴ ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് അനുഗ്രഹമായെങ്കിലും തുടർച്ചയായി വേനൽ മഴ ലഭിച്ചതും കാലവർഷം നേരത്തെ എത്തുമെന്നറിയിപ്പും ഏലം കർഷകർക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട്. മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴുകൽ രോഗമടക്കം ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ വിലയിടിവ് ഉണ്ടാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയ്ക്കെന്നും കാലാവസ്ഥ പ്രധാന ഘടകമാണ്. മഴയുടെയും വെയിലിന്റെയും അളവ് കാർഷിക വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഇത്തവണ മാർച്ച് ആദ്യവാരം മുതൽ ലഭിച്ച വേനൽ മഴ ഏലം കർഷകർക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്നു. ജലലഭ്യത കുറഞ്ഞ വരൾച്ചയിലേക്ക് പോകവെയാണ് ഇത്തവണ വേനൽ മഴ പെയ്തിറങ്ങിയത്. എന്നാൽ പിന്നീട് പ്രതീക്ഷിച്ചതിലധികം മഴ ഹൈറേഞ്ചിന്റെ പല ഭാഗങ്ങളിലും ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ തുടർച്ചയായി വേനൽ മഴ ലഭിച്ചതും ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന അറിയിപ്പും ഏലം കർഷകർക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട്. മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴുകൽ രോഗമടക്കം ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ വിലയിടിവുണ്ടാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഇത്തവണ കാലാവസ്ഥ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായിരുന്നു. അതിൻ്റെ അതുഭാഗമായിട്ട് ഏലം കർഷകർക്കും മറ്റു എല്ലാ കർഷകർക്കും നല്ല രീതിയിൽ വേനൽമഴ ഒക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഏലം ഉണക്കടിച്ചിട്ടില്ല ഒട്ടും, ചരമടിക്കുകയും നല്ല രീതിയിൽ പൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കർഷകരെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷങ്ങൾ വിളവ് നല്ല രീതിയിലുള്ള വിളവ് കിട്ടാൻ സാധ്യതയുണ്ട്. മുൻവർഷം പ്രതീക്ഷിച്ച രീതിയിൽ വേനൽ മഴ ലഭിക്കാതെ വന്നതോടെ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല പാടെ ഉണങ്ങി വരളുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഏലം കർഷകരായിരുന്നു വരൾച്ച ഏറെയും പ്രതികൂലമായി ബാധിച്ചത്. ഇതിനുശേഷം കർഷകർ കൃഷി വീണ്ടെടുത്തു വരുന്ന സമയമാണിത്. മുമ്പ് ഏലക്കായ്ക്ക് 3000-ന് മുകളിൽ വില ഉയർന്നിരുന്നു. ഇതിനുശേഷം വില ക്രമാതീതമായി ഇടിഞ്ഞ് 2000-നും താഴെയെത്തി. അധിക മഴയ്ക്കുള്ള സാധ്യത മുമ്പിൽ കണ്ട കർഷകർ ചെടികളിലെ അഴുകൽ ഒഴിവാക്കൽ പ്രതിരോധ മരുന്നുകളും പ്രയോഗിച്ചു തുടങ്ങി. സിറ്റി വിഷൻ, അടിമാലി.